Hello, welcome to my channel Homemade. ഹലോ, ഞാനിന്നൊരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. എൻ്റെ അമ്മയുടെ സ്പെഷ്യൽ ഐറ്റം ആയിട്ടുള്ള സ്രാവും മുരിങ്ങയിലയും തമ്മിലുള്ള ഒരു കിടിലൻ കോമ്പിനേഷനാണ്. അമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ്. അമ്മ ഉണ്ടാക്കുന്ന കറികളിൽ വെച്ച് എൻ്റെ ഹസ്ബൻഡിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഐറ്റമാണിത്. ഒരു വെറൈറ്റി ടേസ്റ്റാണ് മുരിങ്ങയിലയും സ്രാവും കൂടെ വരുമ്പോഴേക്കും. നല്ല ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യാവുന്ന ഒരു വെറൈറ്റി ഡിഷാണ് ഈ സ്രാവും മുരിങ്ങയിലയും. അപ്പോൾ അതിനുവേണ്ടി സാധാരണ അല്പം വലിപ്പം കുറഞ്ഞ സ്രാവ് നോക്കിയാണ് നമ്മൾ വാങ്ങിക്കാറുള്ളത്. സ്രാവ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, ഷാർക്കാണ്. ചില സ്ഥലങ്ങളിൽ ചൊറകെന്നും പറയാറുണ്ട്. ഒത്തിരി വലിയ ചൊറക് വെച്ചുണ്ടാക്കുന്നതിലും ടേസ്റ്റ് അല്പം ചെറിയ സ്രാവ് നോക്കി വാങ്ങിച്ച് ഉണ്ടാക്കുന്നതാണ്. ഈ ഫോട്ടോയിൽ കാണുന്നതാണ് സ്രാവ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. 1.5 കപ്പോളം തേങ്ങ ചിരകിയതുണ്ട്, 1 പിടി ചുവന്നുള്ളി, 3 വലിയ പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, ഒരു 4 വെളുത്തുള്ളി അല്ലി, പിന്നെ ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനമാണ് 1 ടേബിൾ സ്പൂണോളം പെരിഞ്ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അരപ്പിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും കൂടെ ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കണം, ഒത്തിരി അരഞ്ഞു പോകരുത്. പിന്നെ ഒരു 4-5 പിടി മുരിങ്ങയില നല്ല ക്ലീൻ ചെയ്ത് അതെല്ലാം അഴുക്കെല്ലാം കളഞ്ഞ് കഴുകി അടർത്തി വെള്ളം കളഞ്ഞ് വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് മീനാണ്, സ്രാവ്. ചെറിയ തരം സ്രാവ് നോക്കി വാങ്ങിക്കുക. അത് ക്ലീൻ ചെയ്ത്, ഞാൻ തലയുടെ പോർഷനൊന്നും എടുത്തിട്ടില്ല, ക്ലീൻ ചെയ്ത് ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ആദ്യം നമുക്ക് മീൻ വേവിക്കണം. അതിന് വേണ്ടിയിട്ടൊരു പാത്രം ചൂടാകാൻ വയ്ക്കാം. അതിനകത്തേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് ഈ മീനിന് ആവശ്യമായിട്ടുള്ള അത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ അരപ്പിനകത്ത് കുറച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ മീനിന് വേണ്ടി മാത്രമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മതിയാവും. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് വേണ്ടത് കൊടംപുളിയാണ്. ഒരു മീഡിയം സൈസ് കൊടംപുളിയുടെ പീസ് നമുക്ക് 2ആയിട്ട് മുറിച്ച് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മീൻ വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, ഒരു 1/2 കപ്പ് വെള്ളം മതിയാവും. ഇത്രയും മീൻ വേകാനായിട്ട് ഒരു 1/2 കപ്പ് വെള്ളം മതിയാവും. ഞാനിവിടെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ 1/2 കിലോയോളം മീനാണ് എടുത്തിരിക്കുന്നത്. ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഒരു 500 ഗ്രാമോളം മീൻ ഉണ്ട്. അപ്പോൾ 1/2 കിലോ മീനിൻ്റെ കണക്കാണ് ഞാനിപ്പോൾ പറഞ്ഞതല്ല. അതിനകത്തേക്ക് ആവശ്യത്തിന് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് 1 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. 1-2 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പം മീൻ ഒരു പകുതി വെന്തിട്ടുണ്ടാവും. അതിനകത്ത് നിറച്ച് വെള്ളം വന്നിട്ടുണ്ടാവും. നമ്മൾ നേരത്തെ ഒഴിച്ചു കൊടുത്തതിനേക്കാൾ കുറച്ചുകൂടെ വെള്ളം ഉണ്ടാവും മീനിൽ നിന്നുള്ള വെള്ളം. ഇനി ഇത് നമുക്ക് അല്പം ഫ്ലെയിം കൂട്ടി വെച്ച് ഒരു ഹൈ ഫ്ലെയിമിൽ നമുക്ക് ഈ വെള്ളം അങ്ങ് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ആ വെള്ളം എല്ലാം പെട്ടെന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിനകത്തെ പുളി അങ്ങ് എടുത്ത് മാറ്റാം. 2 പീസ് പുളിയല്ലേ ഉള്ളൂ, അതങ്ങ് എടുത്ത് മാറ്റിയേക്കാം. ഇനി നമുക്ക് ഈ വെന്ത മീൻ നമുക്ക് ഒരു പാത്രത്തിലേക്ക് പകർന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ടേസ്റ്റ്, മറ്റുള്ള ഓയിൽ ഉപയോഗിക്കാത്തതാണ് നല്ലത്. കൂടുതൽ ടേസ്റ്റ് വെളിച്ചെണ്ണയാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ എണ്ണ മാത്രം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിനകത്ത് എണ്ണയുടെ ആവശ്യമില്ല. അതിനകത്തേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത അരപ്പുണ്ടല്ലോ, തേങ്ങയും ഉള്ളിയും എല്ലാം കൂടെ ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം.
അരപ്പ് ഒത്തിരി അങ്ങ് അരഞ്ഞു പോകരുത്, ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. ഇത് നന്നായിട്ട് നമുക്ക് മുരിങ്ങയിലായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ഒരല്പനേരം വീണ്ടും മൂടി വെച്ച് വേവിക്കാം. കാരണം മുരിങ്ങയില അരപ്പും എല്ലാം ഒന്ന് വാടി അരപ്പിൻ്റെ പച്ചമണമെല്ലാം മാറി വരണം. മുരിങ്ങയില അപ്പോഴേക്കും കുറച്ചൊന്ന് വാടി കിട്ടുകയും ചെയ്യും. കുറച്ച് നേരം മൂടി വെച്ചാൽ മതി, മുരിങ്ങയില ഒന്ന് വാടിയാൽ മാത്രം മതി. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കുമ്പോഴേക്കും മുരിങ്ങയില കുറച്ച് വാടിയിട്ടുണ്ടാവും. ഒത്തിരി അങ്ങ് വെന്ത് പോകരുത് മുരിങ്ങയില. നമ്മൾ ഇനിയും അല്പനേരം കൂടെ വേവിക്കുന്നതാണ്. അപ്പോൾ ഒരു കുറച്ച് വാടി വരുമ്പോഴേക്കും തന്നെ നമുക്കിത് തുറന്ന് ഇളക്കി കൊടുക്കാം. മുരിങ്ങയില എടുത്ത് നോക്കിയാൽ അറിയാം നമുക്ക് വെന്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. കുറച്ചൊന്ന് വാടി വരുന്ന ഒരു പരുവത്തിൽ എടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച മീനുണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. മീനും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ നേരത്തെ മീൻ വേവിച്ച് വെച്ചത് എന്താണെന്ന് വെച്ചാൽ, അരപ്പ് മുരിങ്ങയില ഇടുന്ന സമയത്ത് അതിൻ്റെ കൂടെ മീനിട്ട് വേവിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ മീൻ അത്രയും അങ്ങ് വെന്ത് നന്നായിട്ട് കിട്ടില്ല, നല്ല സോഫ്റ്റായി കിട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം മീൻ വേവിച്ച് മാറ്റി വയ്ക്കുന്നത്. അത് കഴിഞ്ഞ് മുരിങ്ങയില ഒന്ന് വാടി വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ ഈ മീൻ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് രണ്ടും കൂടെ നമുക്കൊരു 1-2 മിനിറ്റ് വീണ്ടും മൂടി വെച്ച് നമ്മൾ വേവിക്കും. അപ്പോഴേക്കും ഈ മുരിങ്ങയില മീനും എല്ലാം കൂടെ നന്നായിട്ട് യോജിച്ച് കിട്ടും. ആ രണ്ടിൻ്റെയും ടേസ്റ്റ് നന്നായിട്ട് മിക്സായി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു 1-2 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് ഒന്നുകൂടെ വേവിച്ചു കൊടുക്കാം. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ആഹാ, ആ ഇല അങ്ങോട്ട് തുറക്കുമ്പോൾ തന്നെ നല്ല ഒരു സ്മെല്ലാണ് വരുന്നത്. ആ സ്രാവിൻ്റെയും മുരിങ്ങയിലയുടെയും പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ചേർത്തിരിക്കുന്ന പെരിഞ്ജീരകത്തിൻ്റെ അതിൻ്റെയും കൂടെ മണം വരുമ്പോൾ ആഹാ അടിപൊളിയാണ്. നമ്മളിതിന് ഉപ്പൊക്കെ പാകത്തിനാണോ എന്നൊക്കെ ഒന്ന് നോക്കണം. ഇപ്പം മുരിങ്ങയില മീനും എല്ലാം കൂടെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മീൻ വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പിട്ടിരുന്നു, പിന്നെ അരപ്പിനകത്ത് കുറച്ച് ഉപ്പിട്ടിരുന്നു. അപ്പോൾ മുരിങ്ങയില എല്ലാം കൂടെ വന്നപ്പോഴേക്കും ഇതിന് ഉപ്പ് പോരാതെ ഉണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. മീനെല്ലാം നല്ല വെന്ത് പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതിന് സ്രാവായതുകൊണ്ട് അതിൻ്റെ മുള്ളൊന്നും പ്രശ്നമല്ല. അപ്പോൾ നമുക്കിതിൻ്റെ ഉപ്പൊന്ന് നോക്കാം, എല്ലാം വെന്തിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരല്പം ഉപ്പ് കൂടെ ആകാമെന്ന് തോന്നുന്നു. കാരണം നമ്മൾ രണ്ടിനും കൂടി ഇട്ട ഉപ്പായതുകൊണ്ട്, സെപ്പറേറ്റ് ഇട്ടതുകൊണ്ട് ഇത്തിരിയും കൂടെ ആകാം എന്ന് തോന്നുന്നു. ഞാനൊരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ ആകുമ്പോൾ സൂപ്പറാവും. ഉപ്പ് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം. മീൻ അല്പം പൊടിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പൊടിഞ്ഞു വരുന്നതാണ് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ. കുറച്ചൊന്ന് പൊടിഞ്ഞ് കിട്ടണം, അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് കിടന്നാൽ അത്രയും ടേസ്റ്റ് വരില്ല. മീനെല്ലാം പൊടിഞ്ഞ് മുരിങ്ങയിലയായിട്ട് നന്നായിട്ട് മിക്സായി വരണം. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ മുരിങ്ങയില സ്രാവും കൂടെയുള്ള കറി റെഡി ആയിട്ടുണ്ട്. ഇതിന് തോരനെന്ന് വേണമെങ്കിൽ പറയാം. തോരനെന്ന് എന്നാൽ അല്പം വ്യത്യാസമുണ്ട് താനും. അപ്പോൾ എല്ലാവർക്കും എളുപ്പം ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് എന്നെ വിവരം അറിയിക്കണം. താങ്ക് യു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണേ.